നമസ്കാരം. എത്ര ധൈര്യവാനാണെങ്കിലും പാമ്പിനെ കണ്ടാൽ ഒരു ഉൾക്കിടിലമാണ്. അതിന്റെ വിഷമേറ്റാൽ കാറ്റുപോകും എന്നത് തന്നെയാണ് കാരണം. ഏകദേശം 174.1 മുതൽ 163.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഭീമൻ പല്ലികളിൽ നിന്ന് പരിണാമത്തിന്റെ ഏതോ ദിശയിൽ വഴിപിരിഞ്ഞ് ജീവിച്ചു തുടങ്ങിയവയാണ് പാമ്പുകളും ആമകളും എന്നാണ് ശാസ്ത്രലോകം അവകാശപ്പെടുന്നത്. ആമസോണിലും ഇന്ത്യയിലും ആഫ്രിക്കയിലും തുടങ്ങി മനുഷ്യവംശം ജീവിച്ചിരുന്നതിന്റെ തെളിവ് അവശേഷിപ്പിച്ച മിക്കയിടങ്ങളിലും സർപ്പ ആരാധനയുടെ സജീവ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ പാമ്പുമായി ബന്ധപ്പെട്ട ഒരു വിചിത്രമായ വാർത്തയാണ് പുറത്തു വരുന്നത്. വിഷപ്പാമ്പ് കൊത്തിയാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. എന്നാൽ ഒരു പാമ്പിന് ഒരു പ്രദേശത്തെ മൊത്തം വൈദ്യുതിയും തടസ്സപ്പെടുത്താൻ കഴിയുമോ? അതെ, ഒരു പാമ്പ് കാരണം അമേരിക്കയിൽ ഇരുട്ടിലായത് 11,700 വൈദ്യുതി ഉപഭോക്താക്കളാണ്. അമേരിക്കയിലെ വിർജീനിയയിലാണ് സംഭവം. ഉയർന്ന വോൾട്ടേജ് ഉള്ള ട്രാൻസ്ഫോമറിൽ പാമ്പ് കയറിയതോടെയാണ് വലിയ പ്രദേശത്തെ വൈദ്യുതി ബന്ധം നഷ്ടമായത്. കിൽൻ ക്രീക്ക്, സെൻട്രൽ ന്യൂസ്പോർട്ട് ന്യൂസ്, ക്രിസ്റ്റഫർ ന്യൂപോർട്ട് സർവകലാശാല എന്നിവിടങ്ങളിലെയാണ് വൈദ്യുതി ഇല്ലാതെയായത്. അതേസമയം 1.5 മണിക്കൂറിനുള്ളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഉയർന്ന വോൾട്ടേജ് ഉള്ള പ്രദേശത്ത് പാമ്പ് കയറിയതിനെ തുടർന്ന് ട്രാൻസ്ഫോമറുമായി സമ്പർക്കം പുലർത്തുകയും ഇതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയായിരുന്നു. വൈകിട്ട് 9:30 ഏതാണ്ട് 6000-ഓളം വൈദ്യുതി തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതേസമയം കഴിഞ്ഞ മെയ് മാസത്തിൽ 4 പാമ്പുകൾ നാഷുല്ലയിൽ ഇത്തരത്തിൽ വൈദ്യുതിക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നു. ടെന്നിലെ ഫ്രാങ്ക്ലിനുള്ള ഹെൻപെക്ക് സബ്സ്റ്റേഷനുകളിൽ പാമ്പുകളുടെ സ്ഥിരം സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. പാമ്പുകൾ ഇത്തരത്തിൽ സബ്സ്റ്റേഷനുകളിലേക്ക് കടന്നു കയറുന്നത് കാരണം വിവിധ പ്രദേശങ്ങളിലെ വൈദ്യുതി തടസ്സം നേരിടുന്നതും ഒരു സ്ഥിരം സംഭവം തന്നെയാണ്. ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം.